വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അങ്ങനെ നമ്മൾ അടുത്തൊരു വ്ളോഗിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ അബുദാബിയിലുള്ള ഗ്രാൻഡ് മോസ്കിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ യു എയിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് അബുദാബി. ഈ അബുദാബിയിലുള്ള ഗ്രാൻഡ് മോസ്ക് ഉണ്ട്, ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടത്തേക്കാണ് നമ്മൾ അടുത്ത പോക്ക്. നമ്മൾ 2 ഫാമിലി ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോസ്കിലേക്ക് പോകുന്നത്. ഞാനും അതെ, ഏട്ടനും അതെ, കുഞ്ഞിപ്പെണ്ണും അതെ. നമ്മളെ കൂടെയുള്ള ഫാമിലി ഓൾറെഡി പണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി കാണാൻ വേണ്ടി നമ്മളെ കൂടെ വരുവാണ്. കണ്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഈ ഒരു മോസ്കിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു മിനാറും എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ദൂരത്ത് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എത്താനായപ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ എത്താനായപ്പം എല്ലാവരും എഴുന്നേറ്റു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മളിതാ പോവാണ്. കുഞ്ഞിപ്പെണ്ണെല്ലാം ഫുള്ള് എനിക്ക് തോന്നുന്നു മറ്റേ പാട്ട് വെച്ചിട്ടുള്ളതെന്ന്, ഇത് ഇല്ലുമിനാട്ടി, ഭയങ്കര ഡാൻസിലാണ്. അങ്ങനെ നമ്മൾ ഇവിടെ പള്ളിയിലെത്തി. അപ്പോൾ പള്ളിയിൽ കയറുന്നതിന് മുന്നേ ഒരു മോളിൻ്റെ എൻട്രൻസ് ത്രൂ ആണ് നമുക്ക് കയറേണ്ടത്. അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് പോവാണ്. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പർദ്ദ വെയർ ചെയ്യണം, സ്കാർഫ് ഉണ്ടാവണം. അപ്പം പർദ്ദ ഇടാത്തവരാണെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പർദ്ദ ഇടേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമ്മൾ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ പർദ്ദ സ്റ്റോൾസ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു എൻട്രൻസ് ത്രൂ കുറച്ച് നടന്ന് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിനുണ്ട്. അവിടെ ഒരു നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് കടത്തി വിടുള്ളൂ. കുറേ സെക്യൂരിറ്റീസ് ഉണ്ട് അവിടെ, ഓരോന്ന് നോക്കാനും ഓരോ സെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഡ്രസ്സ് കൈയിൻ്റെ നീളം നോക്കാനും നമ്മൾ തട്ടം താഴേക്ക് വീഴുമ്പോൾ അവർ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം ആ ഒരു മുസ്ലിം കൾച്ചറിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ അവിടെ പോകണം, അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചെക്കിനെല്ലാം കഴിഞ്ഞു. ഈ ഒരു ഏരിയയിൽ ആക്ച്വലി വീഡിയോ എടുക്കാൻ പാടില്ല, നമ്മൾ എടുത്തപ്പോൾ ആൾ പറഞ്ഞു എടുക്കാൻ പാടില്ല എന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കണ്ടോ, ഉള്ളിലേക്ക് നമ്മൾ കടന്നതിന് ശേഷം ഒരു വണ്ടി വരും. ആ വണ്ടിയിൽ നമുക്ക് അങ്ങോളം പോവാം. അല്ലാണ്ട് നടന്നു പോകാനും പറ്റും, പക്ഷെ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് പോയത്, പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ ഒരു ലിഫ്റ്റിലേക്കാണ് നമ്മൾ നേരെ കയറുന്നത്. ആ ലിഫ്റ്റ് കയറി ഇറങ്ങുന്നതും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പുറത്തെ വശമാണ്. പിന്നെ അവിടെ നിന്ന് നേരെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയൊരു അറ പോലെയുണ്ട്. ഇവിടുന്ന് നമുക്ക് വീഡിയോസായാലും ഫോട്ടോസായാലും എല്ലാം എടുക്കാം. പിന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര നീറ്റാണ് ഇവിടെ. മാർബിളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുവാണ്. അത്രക്കും നീറ്റായിട്ട് അവരത് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. കാരണം നമ്മൾ എല്ലാവരും നടക്കുന്ന വഴി ഇത്രത്തോളം നീറ്റാവണമെങ്കിൽ അവരെത്രത്തോളം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അത്രക്കും ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ പുറം വശം കാണാനായാലും അകം വശം കാണാനായാലും ഓരോ കോർണറും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ, കുറേ എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല, അത്രക്കും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അറ പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതായിരിക്കെങ്കിലും അറിയാമെങ്കിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ആ ഒരു അറയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയൊരു മാറ്റുണ്ട്. ആ മാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റാണത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് ആ ഒരു മാറ്റ്. ആ ഒരു ലൈറ്റിങ്ങൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് നെയ്തെടുത്ത മാറ്റാണ്. അപ്പം ഇതാണ് ഈ ഒരു മോസ്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.